ഇവിടെ ആമുഖ സംസാരം നടത്തിയ മുസ്ലിയാർ മുതൽ അവസാനം സംസാരിച്ച മുസ്ലിയാർ വരെ യഥാർത്ഥത്തിലുള്ള ആശയങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു വചനം വ്യക്തമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ആദ്യമായി സംസാരിച്ച വ്യക്തി തന്നെ ഇവിടെ സംസാരം തുടങ്ങിയത് എന്ന് കേൾക്കുവാൻ സാധിച്ചു. അതിൽ അദ്ദേഹം പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തെ ആദ്യമായി നമുക്കൊന്ന് കേട്ടുനോക്കാം. ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. ചോദിക്കാൻ വേണ്ടി അള്ളാഹ് പറയാണ് അമ്പിയാക്കളോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. ചോദിക്കാൻ വേണ്ടി അള്ളാഹ് പറയാണ് നബിയെ, തങ്ങൾക്ക് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ, അമ്പിയാ മുർസലീങ്ങളോട് തങ്ങൾ ചോദിക്കൂ നബിയേ. അവർ കഴിഞ്ഞവരാണോ, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളവരാണോ? ഖുർആനിലുണ്ടോന്ന് ചോദിക്കല്ലേ, ഭയങ്കര ചോദ്യ. ഖുർആനിലുണ്ടോ ഉണ്ടോന്ന്. പിന്നെ സൂറത്ത് സുഖ്റൂഫ് അല്ലേ, സുഖ്റൂഫ് 45 നോക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തന്റെ വായയുടെ അല്ലെങ്കിൽ നാവിന്റെ നീളമനുസരിച്ചുകൊണ്ട് ഡയലോഗുകൾ അടിച്ച് ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഒരു മുസ്ലിയാർക്ക് വേണ്ടി വേദി കെട്ടിയ ആ വേദിയിൽ ആമുഖമായി സംസാരിച്ച മുസ്ലിയാർ തന്നെ ഒരു പച്ചയായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ തുടങ്ങിയത് തന്നെ. അദ്ദേഹം ഓതിയത് സൂറത്ത് സുഖ്റൂഫിലെ മുമ്പ് 1982 ഇവിടെ പ്രസംഗിച്ച ഒരു മുസ്ലിയാരുടെ ഉസ്താദ് കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടന്ന ഒരു വാദപ്രതിവാദത്തിൽ ദുർവ്യാഖ്യാനിച്ച വചനമാണ്. അതിന്റെ യഥാർത്ഥത്തിലുള്ള ആശയങ്ങൾ വായിച്ചു നോക്കാതെ മനസ്സിലാക്കാതെയോ അദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. മുസ്ലിം കൈരളിയെ സംബന്ധിച്ചിടത്തോളം 1982 കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നടക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ തേടുവാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് അവിടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ മഹാസത്യം അതിന്റെ തകിടം പറിച്ചുകൊണ്ട് ഇവിടെ വന്ന മുസ്ലിയാരുടെ ഉസ്താദ് ഓതിയ ഒരു വചനമായിരുന്നു സൂറത്ത് സുഖ്റൂഫിലെ 45-ാമത്തെ വചനം. മുസ്ലിം കൈരളിയെ സംബന്ധിച്ചിടത്തോളം അന്നേ ദിവസം ആദർശ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൊടും ക്രൂരത വിശുദ്ധ ഖുർആനിനെതിരെ നടത്തിയ ദിവസമായിരുന്നു അത്. വർഷങ്ങളായി അതുപോലെ തന്നെ കാലങ്ങളായി കഴിഞ്ഞുപോയ മുഫസ്സിറുകളുടെ തഫ്സീറുകളിൽ ഒന്നും കടന്നു വരാത്ത വ്യാഖ്യാനങ്ങളിലേക്കായിരുന്നു ആ വചനത്തെ അദ്ദേഹം കൊണ്ടുപോയത്. അവർ പറയുന്നത് ഞങ്ങൾ മുഖല്ലിദുകളാണ് എന്നാണ്. മുഖല്ലിദുകളായ ആളുകൾ അവർക്ക് ഏതെങ്കിലും തഫ്സീറിൽ നിന്ന് വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിർ റുസുലിനാ എന്ന് പറയുന്ന വചനം മരിച്ചുപോയ മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ ചെയ്യാനുള്ള തെളിവാണ് എന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഖുർആനിന്റെ തഫ്സീറുകളിൽ ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ വചനത്തിൽ തന്നെ പറയുന്നത് എന്താണ്? വിശുദ്ധമായ തൗഹീദിനെ അരക്കെട്ടുറപ്പിക്കുന്ന വചനത്തെയാണ് ശിർക്കിന് വേണ്ടി അല്ലാത്തവരോട് തേടുവാൻ വേണ്ടി ഇവിടെ ആ മുസ്ലിയാരെ ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിർ റുസുലിനാ,
അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? നബിയെ, താങ്കളുടെ മുമ്പ് കഴിഞ്ഞുപോയ റസൂലുമാരോട് താങ്കൾ ചോദിച്ചു നോക്കുക എന്നാണ്. കാന്തപുരം മുസ്ലിയാർ വിചാരിച്ചത്, അദ്ദേഹത്തിന്റെ അനുയായികൾ വിചാരിച്ചത്, ചോദിക്കുക എന്ന് കേട്ടാൽ ഒക്കെ ഇസ്തിഹാസക്കുള്ള തെളിവാണ് എന്നാണ്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്നാണ് അവർ വിചാരിച്ചു പോയത്. എന്നാൽ ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു പറയുന്നത് എന്താണ്? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. പരമകാരുണ്യകനായ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന വല്ല ദൈവങ്ങളെയും ഇലാഹുകളെയും നാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ആ വചനത്തിൽ അല്ലാഹു ചോദിക്കുന്നത്. ഇതിലെവിടെയാണ് മരിച്ചുപോയ ആളുകളോട് വിളിച്ചു തേടാനുള്ള തെളിവ്? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അറിയപ്പെട്ട മുഫസ്സിറായ ഇമാം തൊബരി പറഞ്ഞത് എന്താണ്? സൽ അഹ്ലത്ത് തൗറാത്തി വൽ ഇൻജീൽ എന്നാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ ഇൻജീലിന്റെയും തൗറാത്തിന്റെയും ആളുകളോട് ചോദിക്കുക എന്നാണ് അതിന്റെ തഫ്സീർ എന്ന് ഇമാം തൊബരി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. മറ്റൊരു വിശദീകരണമായി ഇമാം തൊബരി കൊടുത്തത്, ബലില്ലദീ ഉമിറ ബിമസ്അലതിഹിം ദാലികൽ അംബിയാ ഉല്ലദീന ജുമിഉ ലഹു ലൈലത ഉസ്രിയ ബിഹി ബിബൈത്തുൽ മുഖദ്ദസ് എന്നാണ്. ബൈത്തുൽ മുഖദ്ദസിൽ ഇസ്രാഇന്റെ വേളയിൽ ഒരുമിച്ച് കൂടിയ അമ്പിയാക്കളോട് ചോദിക്കുക, ജീവനോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ട പ്രവാചകന്മാരോട് ചോദിക്കുക. അല്ലാതെ ഇവിടെ സംസാരിച്ച മുസ്ലിയാരുടെ ടീമുകൾ നടത്തുന്നത് പോലെ മരിച്ചുപോയ മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടാനുള്ള തെളിവല്ലാതെ പ്രവാചകന്മാരെ ജീവനോടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോ ആ പ്രവാചകന്മാരോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണത്രേ ഇന്ത്യവർ ജാറങ്ങളിലുള്ള മഹാന്മാരോട്, മക്ബറകളിൽ അന്തി ഉറങ്ങുന്ന മഹാന്മാരോട് തേടാനുള്ള തെളിവായി ഇവിടെ ആദ്യമായി കൊണ്ട് ഉദ്ധരിച്ചത്. മഹാനായ ഇമാം ഖുർത്തുബിയും ഇതേ ആശയം വിശദീകരിച്ചതായി നമുക്ക് കാണാം. ശാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട മുഫസ്സിറാണ് ഇബ്നു കസീർ. ആ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ വന്നത് വസ്അൽഹും ലൈലത്തുൽ ഇസ്റാ, ഇസ്രാഇന്റെ രാവിൽ പ്രവാചകന്മാരെ ജീവനോടെ കാണിച്ചു കൊടുത്തപ്പോ, ഹയാത്തോടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോ ചോദിക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ചില ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, അവർ മരിച്ചുപോയവരല്ലേ? അതെ, ആ മരിച്ചുപോയ പ്രവാചകന്മാരെ അല്ലാഹു പ്രവാചകന്റെ മുന്നിൽ ജീവനോടെ കൊണ്ടുവരപ്പെട്ടു. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഹയാത്തോടു കൂടി പ്രവാചകന്മാരെ മുന്നിൽ കണ്ടപ്പോൾ അവരോട് ചോദിക്കാൻ പറഞ്ഞതാണോ? അതെ, ഉള്ളാളത്തെ സയ്യിദ് മദനിയോട് വിളിച്ചു തേടാനുള്ള തെളിവ്, അതുപോലെ മഖബറയിൽ അന്തി ഉറങ്ങിക്കിടക്കുന്ന മഹാന്മാരോട് തേടാനുള്ള തെളിവ്. എന്തൊരു ദുർവ്യാഖ്യാനമാണിത്! എന്നാൽ ഇവിടെ ഈ ആയത്ത് എന്തൊരു ആശയത്തിന് വേണ്ടി ഓതിയോ അതേ ആശയത്തെ അദ്ദേഹം തന്നെ പൊളിച്ചു കളയുന്ന ഒരു അതീവ ദയനീയമായ രംഗമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അത്തയ്യാത്തിൽ ഒന്നു പോകുക എന്നറിയും. ആ കോലത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ ആയത്ത് എന്തൊരാശയത്തിന് വേണ്ടി ഓതിയോ അതേ മുസ്ലിയാർ അതിനെ പൊളിച്ചെടുക്കണ കണ്ടോളിങ്ങള്. ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സലഹും ലൈലത ഉസ്രിയ ബിഹി, ഹബീബായ മുത്തുനബി തങ്ങളെ മുൻകഴിഞ്ഞതായ മഹത്തുക്കളായ ആളുകളോട് ചോദിച്ചു. എപ്പോ ലൈലത ഉസ്രിയ ബിഹി, ഇസ്റാ നടത്തിയ രാത്രി ഉണ്ടല്ലോ, ലഖിയൽ അംബിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംബിയാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. വലഖിയ ആദമ, നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. വമാലിക ഖാസിനൻ നാർ, വായിക്കുമ്പോൾ പഠിക്കണം. വമാലിക ഖാസിനൻ നാർ വായിക്കണ്ട, വമാലിക ഖാസിനൻ നാർ, നരകത്തെ കാക്കുന്നതായ മലക്കിനെയും കണ്ടിട്ടുണ്ട്. ആ കണ്ട അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅലഹും, അവരോട് ചോദിച്ചിട്ടുണ്ട്. വഫാത്തായി പോയ അംബിയാ മുർസലീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിനെന്ത് പറയാ? മറുപടി പറയാനുണ്ട്. ഇതിന് ഒരുപാട് മറുപടി പറയാനുണ്ട്. എന്താണ് മറുപടി? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കിടന്നപ്പോഴല്ല, മഹാന്മാര് മരിച്ചു കിടന്നപ്പോഴല്ല ചോദിച്ചത് മുസ്ലിയാരെ. ഹബീബായ പ്രവാചകന്റെ മുന്നിലേക്ക് ആദം നബിയെ കൊണ്ടുവന്നു, യൂസുഫ് നബിയെ കൊണ്ടുവന്നു, അമ്പിയാക്കന്മാരെ കൊണ്ടുവന്നു. അവരോട് ചോദിക്കുന്നതിൽ ഇവിടെ ആർക്കാ തർക്കം? അത് സുന്നി മുജാഹിദിൻ തർക്കമുള്ള വിഷയ. ഹബീബായ പ്രവാചകനെ ഹയാത്തോട് കൂടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ആ നബിയോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ?
എന്നാൽ ഇവിടെ അതല്ല തർക്കം. നിങ്ങൾ ഉള്ളാളത്തുള്ള സയ്യിദ് മദനിയോട് തേടാനുള്ള തെളിവാണോ ഹയാത്തോടുകൂടി പ്രവാചകന്മാരെ കൊണ്ടുവരപ്പെട്ട തെളിവ്? ഇങ്ങനത്തെ പരിപാടിയാണ് ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ രണ്ട് മുസ്ലിയാക്കന്മാരും കാര്യമായി പരിശ്രമിച്ചിട്ടുള്ളത്. ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഇവിടെ കാര്യമായി പ്രസംഗിച്ച വഹാബ് പറയട്ടെ, അല്പസ്വല്പ തൊലിക്കട്ടിയൊന്നും പോരാ. അതാണ്, ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ, നല്ല തൊലിക്കട്ടി വേണം. ഇതിന് ഇടക്കിടക്ക് ഇങ്ങനെ വരും ഈ തൊലിക്കട്ടി, മനസ്സിലായോ? കാരണം കാണ്ടാമൃഗത്തിന്റെ തൊലിയെ വെല്ലുന്ന രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും കളവുകളും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഇവിടെ പൊളിച്ചെടുക്കാൻ പോകാൻ. അത്ര വലിയ കളവുകളാണ് ഇവിടെ വഹാബ് സഖാഫിയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളും ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. മാത്രല്ല, ഇത്തരം ആളുകളുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം എന്താന്ന് ചോദിച്ചാല്, അള്ളാഹുവിന്റെ ഖുർആനിലെ വചനം ഓതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓതി കബളിപ്പിക്കുക, ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് നമുക്ക് ഊർജം കളയേണ്ട. ആ സ്വഭാവം എന്താന്ന് വഹാബനോട് പറഞ്ഞോട്ടെ, ഇപ്പൊ തീരുമാനാവൂലോ. ഈ ഉമ്മത്തിലെ കബളിപ്പിക്കലുകാരായ ഒരു വിഭാഗം വരും. നിലവിലുള്ളോലല്ല, നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയുന്നത്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? ദജ്ജാലൂൻ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആയത്തോതി കബളിപ്പിക്കും, ഹദീസ് ഓതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. അതെ, ആയത്തോതി അതുപോലെ തന്നെ ഹദീസ് ഓതി ഇമാമിങ്ങളെ വചനമോതി കബളിപ്പിക്കും. ആരപ്പ കബളിപ്പിച്ചത്? ഇവിടെ വസ്അൽമൻ അർസല്ല എന്നുള്ള വചനത്തിൽ എവിടെയാണ് മുസ്ലിയാരെ നമ്മളുള്ള തർക്കം? ഇതാണോ നിങ്ങൾക്ക്? അതെ, ഇന്ന് കേരളത്തിലുള്ള 14,000-ഓളം ജാറങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആ ജാറങ്ങളിലുള്ള മഹാത്മാക്കളാണെന്ന് പറയുന്നവരോട്, അല്ലാത്തവരാണെന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് തേടാനുള്ള തെളിവതാണോ? അതേ, വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ അതിന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് തെറ്റിച്ച് മറ്റൊരു ആശയത്തിലേക്ക് ഓതുക എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരുടെ സ്വഭാവമാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാളിഇ. അല്ലാഹുവിന്റെ വചനങ്ങളെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് മറ്റൊരു ആശയത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അതാരടുത്തതെന്ന് നമ്മളെ നാവുകൊണ്ട് പറയുന്നില്ല, അത് ചിന്തിക്കുന്ന ആളുകൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെതിരെ, അതും ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപമായ ശിർക്കിന് വേണ്ടി തൗഹീദിനെ അരക്കെട്ടുറപ്പിച്ച വചനത്തെ ഓതുമ്പോ നിങ്ങളോട് ഞങ്ങൾക്ക് ഓതാനുള്ളത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ് മിനൽ കിതാബി വയസ്തറൂന ബിഹി സമനൻ ഖലീലാ ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലൻ നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. എന്താ അല്ലാഹ് പറഞ്ഞത്? തീർച്ചയായും വേദഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കുക, അതിന് പകരം അതേ അല്പമായ വിലക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് വിൽക്കുന്ന ആളുകൾ അവരുടെ വയറുകളിൽ നിറക്കുന്നത് തീയാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം ആളുകളിൽ നിന്ന്, കബളിപ്പിക്കുന്ന ദജ്ജാലികളിൽ നിന്ന്, കബളിപ്പിക്കുന്ന കദ്ദാബുകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നും പ്രാർത്ഥിച്ചുവാരെ. ഇവിടെ കബളിപ്പിക്കലിന്റെ ഒറിജിനൽ ആൾരൂപമായി ആമുഖ സംസാരം നടത്തിയ മുസ്ലിയാരെ കേട്ടു നോക്കൂ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സാധുക്കളായ ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ് അല്ലാഹ്. ഉള്ള ഈമാനിനെ, സാധുക്കളായ ഈ നല്ല ചെറിയ ഈമാനിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി ധാരാളം ദജ്ജാലീങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാനെ. ആമീൻ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, ഇത്തരം ദജ്ജാലികളിൽ നിന്ന്, കദ്ദാബുകളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രല്ല, ഇവിടെ കാര്യമായി സംസാരിച്ച മറുപടി എന്ന് വന്നത്, പക്ഷെ നടന്നത് മറുപടിയാണ്. മറുപടി എന്ന് പറഞ്ഞു വന്ന മുസ്ലിയാരെ നടത്തിയത് മറുപടിയാണ്. നോക്കൂ നിങ്ങള്, അദ്ദേഹം ഇവിടെ നടത്തിയ ബീബൽസിനെ പോലും വെല്ലുന്ന ഒരു വലിയ കളവിന്റെ കൂടെ ചിരിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു വലിയ തമാശ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടോക്കൂ. സലഫി ആശയം എന്ന് പറഞ്ഞത് വേറൊരു നുണയും കബളിപ്പിക്കലാണ്. 4 മദ്ഹബിന്റെ ഇമാമുമാരും അവിടുന്ന് അങ്ങോട്ടുള്ളവരുമാണ് ഈ സലഫുകൾ. ആ മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഫോളോ ചെയ്തോലാണ് ആര്? സലഫികൾ. അത് നമ്മളാണ്.
ആരപ്പ ഈ സലഫികള് വഹാബും ടീമേ എന്ത് ഉളുപ്പില്ലേ മുസ്ലിയാരേക്കൊക്കെ. കാരണം എന്താ അല്ലേ, ഇന്ന് സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കമുള്ള, സുന്നി എന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ, സമസ്തക്കാര് ഒരു സുന്നി എന്ന് പറയാൻ പാടില്ല. കാരണം വലിയ സമൂഹത്തെ ബാധിച്ചൊരു തരം ചന്നികളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റൂല. കാരണം എന്താന്ന് ചോദിച്ചാൽ അത്ര വലിയ ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ദിനേനയൊന്നോണം പല രൂപങ്ങളിൽ പല കളറുകളിൽ നമ്മുടെ നാടുകളിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരായ ആളുകളും നമ്മളും തമ്മിലുള്ള ഏതേത് തർക്കങ്ങൾ എടുത്തു നോക്കിയാലും ഈ പറഞ്ഞ മാനദണ്ഡം വെച്ച് നോക്കിയാലേ എങ്ങനെയാണ് ഇവർക്കത് ഒപ്പിക്കാൻ പറ്റുക? യഥാർത്ഥത്തിലുള്ള സലഫികൾ ആരാണെന്ന് പറഞ്ഞത്? അതെ, നമ്മളാണ്. മുൻഗാമികളായ സ്വഹാബികളും അതുപോലെയുള്ള അഇമ്മത്തുൽ അർബയിൽപ്പെട്ട ഇമാമുകളും തുടർന്ന് വന്ന ദീന് നമ്മുടെ അടുക്കലാണ്. അതുകൊണ്ട് നമ്മളാണ് യഥാർത്ഥത്തിലുള്ള സലഫികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാലേ സമസ്തയുടെ മീൻചന്ത പ്രമേയം വഹാബിന് ഓർമ്മ ഉണ്ടാവും. സമസ്തയുടെ മീൻചന്ത പ്രമേയം, ആ പ്രമേയം അറിയപ്പെട്ട ഒരു പ്രമേയമാണ്. ആ പ്രമേയത്തിൽ പറഞ്ഞത് എന്താണ്? മാലയും മൗലിദും ഹദ്ദാദും ഖുതുബിയ്യത്തും അടക്കമുള്ള പദ്യങ്ങളും ഗദ്യപദ്യ സമ്മിശ്രങ്ങളും ഒക്കെ ആചരിക്കുകയും ആലപിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ പറയുന്നത് എന്താ? അത് കേട്ടോളി. ഇതൊക്കെ ചൊല്ലുന്നതും പാരായണം ചെയ്യുന്നതും ശരിയല്ല എന്ന് ആരാണോ പറയുന്നത് അവരെ ഖാദിയാക്കാൻ പറ്റില്ല, ഖതീബാക്കാൻ പാടില്ല എന്നാണ് മീൻചന്ത പ്രമേയത്തിൽ പറഞ്ഞത്. അതായത് മാലയും മൗലീദും ഹദ്ദാദുർ റാത്തീബും തെറ്റാണെന്ന് ആര് പറഞ്ഞോ ഓലെ ഖാദിയാകാൻ പറ്റൂല, ഖതീബാകാൻ പറ്റൂല എന്നാണ് ഇവരുടെ അറിയപ്പെട്ട പ്രമേയത്തിൽ പറഞ്ഞത്. മനസ്സിലായോ? എന്നാൽ ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകളെ ഇവർ വിളിക്കുന്നത് എന്താ? മാല ചൊല്ലാത്തവർ പുത്തംവാദികളാണ്, മൗലൂദ് ചൊല്ലാത്തവർ പുത്തംവാദികളാണ്, ഖുതുബിയ്യത്തും റാത്തീബും ചൊല്ലാത്തവർ പുത്തംവാദികളാണ്, വഹാബികളാണ്, അതുപോലെ തന്നെ പിഴച്ചവരാണ് എന്നൊക്കെയാണല്ലോ ഈ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്തിൽ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണ് പുത്തൻവാദങ്ങൾ. ഈ മാലകളും മൗലീദുകളും റാത്തീബുകളും ഹദ്ദാദുകളും ഇന്ന് നിങ്ങൾ ഞങ്ങളുമായി തർക്കത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് പുത്തൻവാദങ്ങൾ എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഈ വഹാബ് സഖാഫിയുടെ ഈ വിഭാഗം അല്ലെങ്കിൽ സമസ്തക്കാരായ ആളുകൾ ഇന്ന് ചൊല്ലുന്ന ഏറ്റവും പഴക്കമുള്ള മൗലീദാണല്ലോ മങ്കൂസ് മൗലൂദ് ആണല്ലോ. ആ മങ്കൂസ് മൗലൂദിന്റെ യഥാർത്ഥത്തിലുള്ള പ്രായം എത്രയാ വഹാബിനറിയോ? മങ്കൂസ് മൗലൂദിന്റെ യഥാർത്ഥത്തിലുള്ള പ്രായം എന്ന് പറയുന്നത് വെറും 400 കൊല്ലമാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മാലയാണ് മുഹിയുദ്ദീൻ മാല. ആ മുഹിയുദ്ദീൻ മാലയുടെ പഴക്കം എന്ന് പറയുന്നത് വെറും 400 കൊല്ലമാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകളിൽപ്പെട്ട ഒരു പിഴച്ച ബിദ്അത്തിന്റെ സ്വലാത്താണ് നാരിയ സ്വലാത്ത്. നാരിയ സ്വലാത്തിന്റെ പ്രായം വെറും 600 കൊല്ലമാണ്. ബുർദ എന്ന് പറയുന്ന വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം, അതിന് 700 കൊല്ലത്തെ പ്രായമാണ്. നബിദിനാഘോഷം എന്ന് പറയുന്ന പുത്തനാചാരത്തിന് 800 കൊല്ലത്തെ പ്രായമാണ്. ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഹബീബായ പ്രവാചകൻ ജീവിച്ചു പോയിട്ട് 1400 ചില്ലാനം കൊല്ലം കഴിഞ്ഞു. സലഫുകൾ ജീവിച്ചു പോയിട്ട് 1400 ചില്ലാനം കൊല്ലം കഴിഞ്ഞു. 800, 600, 700, 300 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നതാണോ നിങ്ങൾക്ക് ദീൻ എന്ന് പറയുന്നത്? എന്നാൽ സഹോദര, 1400 കൊല്ലത്തിന്റെ പഴക്കമുണ്ടെങ്കിൽ, ഹബീബായ പ്രവാചകന്റെ കയ്യൊപ്പുണ്ടെങ്കിൽ, സഹാബത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ദീൻ. ഇതൊന്നും ജീവിതത്തിൽ പകർത്താത്ത നിങ്ങള് സലഫികളാണ് എന്ന് പറയണമെങ്കിൽ എന്താ സംഗതി വെച്ചാല്, നേരത്തെ വഹാബ് പറഞ്ഞതുപോലെ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതാണ്, അല്പസ്വല്പം തൊലിക്കെട്ടിയൊന്നും പോരാ, നല്ല തൊലിക്കെട്ടി വേണം. ഈ രൂപത്തിൽ ഞങ്ങളാണ് സലഫികൾ എന്ന് അല്ലേ, സലഫികളെ നോക്കി പല്ലിളിക്കുന്ന കൊഞ്ഞനം കുത്തുന്ന നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാനുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ പാരമ്പര്യത്തിലേക്ക് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട മാലയും മൗലീദും ഹദ്ദാദും റാത്തീബുകളും അതുപോലെ ഗദ്യപദ്യ സമ്മിശ്രങ്ങളായ പല സാധനങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവെക്കാൻ സാധിക്കില്ല എങ്കിൽ അതേ ഇമാം ദാരുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം മാലിക് ബിൻ അനസ് പറഞ്ഞില്ലേ, ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു പുതിയ പുത്തനാചാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ യറാഹാ ഹസന, അവർ അതിനെ എത്ര നല്ലതായി കണ്ടുവാലും ശരി, തീർച്ചയായും ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അവൻ വാദിക്കുന്നത് എന്താണ്? അതേ, ജീവൻ നൽകി, രക്തം നൽകി, ക്ഷീണം സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ അഹോരാത്രം ക്ഷണിച്ച
കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയാൻ കാരണം അതാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ദീനിനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളെ മൗലൂദിന്റെ ആവശ്യത്തിലില്ല, നിങ്ങളെ റാത്തീബിന്റെ ആവശ്യത്തിലില്ല. ഇനി അതൊക്കെ ഇസ്ലാമികമാണോ? തെളിയിക്കൂ നിങ്ങൾ 1400 കൊല്ലത്തെ പാരമ്പര്യം. സഹോദരങ്ങളെ, ഇത് തന്നെയാണ്. അതെ, ഇന്ന് സമസ്തക്കാരുമായി ഈ ഇരിക്കുന്ന സലഫികളായി നമുക്ക് എന്തെന്ത് തർക്കങ്ങളുണ്ടോ അതൊരു പക്ഷേ അതെ മരണ വീട്ടിൽ അനാചാരങ്ങളാകാം, ഖബറിങ്കൽ നടത്തുന്ന തൽഖീനാകാം, നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകാം, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചൊല്ലുന്ന ദിക്റാകാം, മരണ വീട്ടിലെ ഭക്ഷണ സൽക്കാരമാകാം, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണമാകാം, എക്സെട്ര എക്സെട്ര. കൂട്ടിക്കോളൂ നിങ്ങൾ. ഇതുപോലെയുള്ള നൂറുകണക്കിന് വിഷയങ്ങൾക്കൊന്നും തന്നെ 1400 കൊല്ലത്തെ പഴക്കം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിന്തിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുകയും ചെയ്യും. എന്നിട്ട് ഉടുക്കാനും പുറക്കാനും കിടക്കാനും കഴിക്കാനും കുടിക്കാനൊക്കെ വിദഗ്ധത്ത് കൊണ്ടുനടക്കുന്ന ആളുകളെ ഞങ്ങളാണ് സലഫികൾ എന്ന് പറഞ്ഞാലേ അത് അംഗീകരിക്കാൻ ഞങ്ങളാരും കാന്തപുരം കൊണ്ടുവന്ന മുടിയിട്ട വെള്ളം കുടിച്ചോലല്ല എന്ന് വഹാബിനോട് പ്രത്യേകം പറയാണ്. ഇങ്ങനൊക്കെ പറയണമെങ്കിൽ എന്താ വേണ്ടത്? വഹാബ് ഒന്നുകൂടി പറഞ്ഞോട്ടെ. അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. ഈ കോലത്തിലെ യഥാർത്ഥത്തിലുള്ള ആശയത്തെ ദുർവ്യാഖ്യാനിച്ച് മറിച്ച് പറയണമെങ്കിൽ ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ. ഇതൊക്കെയാണ് കാര്യമെങ്കിലും അയാളുടെ ഔദാര്യം, നമുക്ക് വേണ്ടി ഒരു ഔദാര്യം. എന്താണ് ഔദാര്യം? അതുകൂടി ഒന്ന് കേട്ടോളി. ബന്ധം ഇവിടെ പ്രസംഗിക്കാൻ വന്ന വഹാബികൾക്ക് പുലബന്ധമില്ല എന്നത് മാത്രമല്ല, ഒരു 100 കൊല്ലം പഴക്കമുള്ള വഹാബീസത്തിന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു 100 കൊല്ലത്തെ പഴക്കം നമുക്ക് സംഘടനാപരമായൊക്കെ ഇതിന് കൊടുക്കാം. സംഘടനാപരമായി 100 കൊല്ലത്തെ പഴക്കം വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതുമില്ല, ആ ഒരു പാരമ്പര്യമില്ല, ആദർശം തീരെയില്ല എന്ന് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിയുമ്പോ ഇതിനെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നതാണ് എനിക്ക് പറയാറുള്ളത്. ഇത് രണ്ടുമില്ലാത്ത ആളുകളാണ് പറയുന്നത്. എന്ത് വേണമെങ്കിൽ സംഘടനാപരമായി 100 കൊല്ലത്തെ പഴക്കം വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയല്ല, വികൃതമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ് നമ്മൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരായി പറയണത്? അല്ലാഹുവിലുള്ള വിശ്വാസമായ റുബൂബിയത്തിൽ ശിർക്ക് വന്നു പോയവർ, ഉലൂഹിയത്തിൽ ശിർക്ക് വന്നു പോയവർ, അസ്മാഉ വസിഫാത്തിൽ ശിർക്ക് വന്നു പോയവർ, മദ്രസ പഠന കാലഘട്ടം മുതൽ ഈമാൻ കാരുണ്യം 6 എണ്ണി പഠിച്ചിട്ട് ആ 6 പിഴച്ചു പോയ ആളുകളാണ് പറയുന്നത് നമുക്ക് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അയാള് നമുക്ക് അല്ലാഹുവിന്റെ വിഷയത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ പറഞ്ഞു അത്രേ അല്ലാഹ് ഉപരിയിലാണ്, ആകാശത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് അല്ലാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ പിഴക്കാൻ കാരണം. എന്ന് കേട്ടോളി. 1930 പ്രസിദ്ധീ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതേത് അള്ളയാണ്? അള്ളാഹുവിന് ഒരു പ്രത്യേകമായ സ്ഥലത്തോ ഇടത്തോ നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല. അള്ളാഹു ആകാശത്താണ്, ഭൂമിയിലാണ്, പാടത്താണ്, പറമ്പിലാണ് എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ആകാശത്തിലാണ്, പറമ്പിലാണ്, പാടത്താണ്. ആ പാടം പറമ്പ് എന്നുള്ളത് മൂപ്പന്റെ പോക്കറ്റിൽ നിന്നാണ്. പിന്നെ നാവിന് കുറച്ച് നീളുണ്ടല്ലോ, അപ്പൊ പിന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മൾ ആരും പാടത്താണ്, പറമ്പിലാണ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. ലഅനത്തുല്ലാഹി അൽ കാദിബീൻ. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ മുസ്ലിയാരെ സൂക്ഷിച്ചോ. അത് മുജാഹിദുകളോടുള്ള വൈരാഗ്യം കൊണ്ടാണെങ്കിലും ആരോടുള്ള വൈരാഗ്യം കൊണ്ടാണെങ്കിലും അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം, നല്ലതാ. ഇനി മാത്രല്ല, അള്ളാഹ് ഉപരിയിലാണെന്ന് ഞങ്ങളെ പോക്കറ്റ് നിർത്ത് പറഞ്ഞതാണ് മുസ്ലിയാരെ. ആണോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ഉപരിയിലാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അള്ളാഹിയുടെ വിശ്വാസം ഞങ്ങൾക്ക് പിഴച്ചത് എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ പിഴച്ച ലിസ്റ്റിൽ ആദ്യമായി നിങ്ങൾ കൊണ്ടുവരവ് വെക്കേണ്ടി വരിക ഹബീബായ ഞങ്ങളുടെ പ്രവാചകനെ ആയിരിക്കുമെന്ന് നിങ്ങളോട് ആദ്യമായിട്ട് ഉണർത്തുകയാണ്. കേൾക്കണോ നിങ്ങൾക്ക്? കേട്ടോളി. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുആവിയത്ത് ബിൻ ഹക്കം എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീയെ ദേഷ്യം വന്നപ്പോൾ തല്ലിപ്പോയി. അദ്ദേഹം പറഞ്ഞത് എന്താ? നബി ഒരു പ്രത്യേക സാഹചര്യത്തിൽ
ലാകിന്നി സകത്തുഹാ സക്ക, ഞാനൊന്ന് തല്ലിപ്പോയി നബിയെ, എനിക്ക് ആ തല്ലിപ്പോയതിൽ ശക്തമായ ഖേദമുണ്ട് നബിയെ എന്ന് മഹാനായ നബിയോട് മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് നബിയെ എനിക്ക് അവളെ മോചിപ്പിക്കണം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിലേ ഇഅ്തിനി ബിഹാ, ഓളങ്ങോട്ട് കൊണ്ടുവാ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവാ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവളെ കൊണ്ടുവരപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ അവളോട് ആദ്യമായി ചോദിച്ചത് എന്താണെന്നറിയുമോ? ഐനല്ലാഹ്. വഹാബേ, നിന്റെ ആദർശപ്രകാരം റസൂലുള്ള പറഞ്ഞു, റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ ആശയത്തിലുള്ള പിഴവ് വന്നുപോയി. മഅദല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ചോദിച്ചത് ഐനല്ലാഹ്, അല്ല എവിടെയാണെന്നാണ്. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞത്, നബിയേ, ഇത് പുത്തൻവാദികളുടെ ചോദ്യമല്ല നബിയേ, അതൊക്കെയാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? അതൊന്നുമല്ല കേട്ടോ. ആ പെണ്ണ് പറഞ്ഞത്, ഖാലത്ത് ഫിസ്സമാ, അല്ലാഹ് ആകാശത്തിലാണ്, ഉപരിയിലാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു? ഈ എന്താ വഹാബിച്ചിയാ? ഈ എന്താ പുത്തൻവാദിനിയാണോ? ഈ എന്തേ കേന്നമേർത്തിയാണോ? ഈ എന്താ വിഷ്ടങ്കാരിയാണോ എന്നാണോ ചോദിച്ചത്? അല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യം, മൻ അനാ, ഞാൻ ആരാണ് മോളെ? ആ പെണ്ണ് പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് കേൾക്കണോ? യഅതിഖഹാ ഫഇന്നഹാ മുഅ്മിനാ. ഓളെ മോചിപ്പിക്കേ മുആവിയ, ഓള് മുഅ്മിനത്താണ്. എന്തേ നബി അള്ളാനെ ആകാശത്ത് കൊണ്ട് ഇരുത്തിയോ? നിങ്ങളിപ്പോ എന്തൊക്കെയപ്പോ നേരത്തെ പറഞ്ഞത് അല്ലേ? അള്ളാനെ ആകാശത്ത് കൊണ്ട് ഇരുത്തുക, പാടത്ത് കൊണ്ട് ഇരുത്തുക, പറമ്പിൽ കൊണ്ട് ഇരുത്തുക എന്നൊക്കെയാണല്ലോ. എന്തേ അല്ലാഹുവിന്റെ റസൂൽ അത് ചെയ്തോ? ബുഖാരിയുടെ 4351 ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അലാ തഅ്മനൂനി വഅന അമീനു മൻ ഫിസ്സമാ. എന്താ റസൂലുള്ള പറഞ്ഞേ? എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ആകാശത്തിലുള്ളവന്റെ വിശ്വസ്തനാകുന്നു ഞാൻ, ആകാശത്തിലുള്ളവന്റെ വിശ്വസ്തനാകുന്നു ഞാൻ. ബുഖാരിയിലെ ഹദീസ് നമ്പർ അടക്കം പറഞ്ഞത് അല്ലേ? സമയം കിട്ടുമെന്ന് മറിച്ചു നോക്കണം, നല്ലതാ. മാത്രല്ല ബുഖാരിയിൽ 1145 ഹദീസ് അല്ലാഹ് ഉപരിയിലാണെന്ന് പറയുന്നു. സുനനു അബൂദാവൂദിന്റെ 4290 ഹദീസ് അല്ലാഹ് ഉപരിയിലാണെന്ന് പറയുന്നു. തിർമുദിയുടെ 1847 ഹദീസ് അല്ലാഹ് ഉപരിയിലാണെന്ന് പറയുന്നു. മുസ്ലിമിൽ 1436 ഹദീസ് അല്ലാഹ് ഉപരിയിലാണെന്ന് പറയുന്നു. ബുഖാരിയിൽ 585 ഹദീസ് അല്ലാഹ് ഉപരിയിലാണെന്ന് പറയുന്നു. 67 അധ്യായത്തിന്റെ 6 67 അധ്യായത്തിന്റെ 7 70 അധ്യായത്തിന്റെ 4 32ന്റെ 5 16ന്റെ 49 50 3ന്റെ 55 35ന്റെ 10 ഇതിലൊക്കെ പറയുന്നത് അല്ലാഹ് ഉപരിയിലാണെന്നാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് അല്ലാഹനെ നമ്മൾ അവിടെ കൊണ്ടേ ഇരുത്തിക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് ഫിറൗന്റെ വിവരം പോലും ഇല്ലാതെ പോയല്ലോ മുസ്ലിം. നിങ്ങൾക്ക് ഫിറൗൻ പറഞ്ഞു, എന്താ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കടാ ഹാറൂനെ, ഞാൻ മേലക്കൊന്ന് നോക്കട്ടെ. എന്താ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ? വഖാല ഫിർഔനു യാ ഹമാൻ ഇബ്നി ലീ സർഹൻ ലഅല്ലി അബ്ലുഉൽ അസ്ബാബ്. ഇഷ്ടികക്കല്ലുകൾ അടുക്കി വെച്ച് ഒരു ബിൽഡിംഗ് എനിക്ക് ഉണ്ടാക്കി കൊണ്ടടാ ഹമാനെ, ഞാൻ ഈ മൂസയുടെ അള്ളാഹുവിനെ ഞാൻ മുകളിലേക്കൊന്ന് കയറി നോക്കട്ടെ എന്ന്. അതാണ് ചോദിച്ചത്. അതെ, മുസ്ലിമാരായിരുന്നെങ്കിൽ എന്താ പറയാ, എങ്ങിട്ടപ്പ കേറിട ഹമാനെ, അല്ല എവിടെ നിന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ എന്നല്ലേ ചോദിക്കുക. പക്ഷേ ഫിറൗനടക്കം മനസ്സിലായിരുന്നത് എന്ത്? അള്ളാഹ് ആകാശത്തിലാണ് എന്ന്. ആ ഒരു ഇൽമ പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിലുള്ള സങ്കടം. മാത്രമല്ല അള്ളാഹുവിന്റെ സ്ഥാനം നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ഈ വചനങ്ങൾ ഇപ്പം എന്താ ചെയ്യാ? വഹാബിഞ്ഞ് വരലില്ല. അഥവാ വരികയാണെങ്കിൽ നാളെ അവിടെ വരുന്നുണ്ടെന്ന് കേട്ടത് അല്ലാഹു ആലം, ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്ന പറയണങ്ങള്. എന്തേ ഈ പറയപ്പെട്ട ഹദീസുകളും ആയത്തുകളും എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇതൊക്കെ സത്യമായിട്ട് മുന്നിലുണ്ടായിട്ടും സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലാണ് എന്ന് വ്യക്തമായിട്ട് പ്രമാണങ്ങൾ പറഞ്ഞിട്ടും, ഇനി മാത്രമല്ല ഇവർ എഴുതി വെച്ചിട്ടില്ലേ അല്ലാഹ് ആകാശത്തിലാണെന്ന്? മാരിബിക്കുമ്പോൾ എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതുകൂടി കാണിക്കുകയാണ്. ഇവരെഴുതി വെച്ചിട്ടില്ലേ? നിങ്ങൾ നോക്ക്, ഈ വിഭാഗം സ്ത്രീകൾക്ക് കുടുംബത്തിൽ ഖുറാഫാത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു മാസികയാണ് കുടുംബം മാസിക. ആ മാസികയുടെ 33ാമത്തെ പേജില് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താ പറയണത്? കുടുംബം മാസിക. ഇതാണ് സാധനം. ഈ കുടുംബം മാസികയിലെ അതിന്റെ 33ാമത്തെ പേജിൽ എഴുതി വെക്കുകയാണ് എന്ത്? ബറാഅത്ത് രാവിൽ അല്ലാഹ് 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ബറാഅത്ത് രാവിൽ കൂനുമ്പ കൂനയാണ്.
ബറാത്ത് രാവ് എന്ന് പറഞ്ഞ രാവന്നല്ല, അത് വേറെ വിഷയം. മനസ്സിലായോ? ഇനി ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾ അള്ളാഹ് ആകാശത്തിലാണെന്ന് സമ്മതിച്ചല്ലോ. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറയാൻ മാത്രമല്ല, 2010 സെപ്റ്റംബർ 21 ഇറങ്ങിയ ഈ വഹാബ് മുസ്ലിയാരുടെ വിഭാഗമിറക്കുന്ന സെൻസിംഗ്, ആ സെൻസിംഗിന്റെ 42ാമത്തെ പേജിൽ കാണാം, വഹാബേ നിങ്ങൾ ഇതാപ്പ പുത്തംവാദിയാകാൻ പോവുകയാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇതിന്റെ പുറത്ത് ആരുണ്ട് അറിയോ? വഹാബിന്റെ വെല്ലുസ്താദ് ഉണ്ട്. ആരെ? നമ്മുടെ അല്ലേ, അതെ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. ആ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ ഫോട്ടോ കയ്യുള്ള ഈ രേഖയിലാണ് അള്ളാഹു ആകാശത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. തീർന്നോ? SSFന്റെ മുഖപത്രം റിസാല, SSFന്റെ മുഖപത്രം റിസാല. ആ റിസാലയുടെ പേജ് 140 കാണാം നമുക്ക്, ആകാശത്തിലുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയും അതുപോലെ തന്നെ അന്നേരം ഭൂമി വിറക്കുകയും ചെയ്യില്ലെന്ന് നിങ്ങൾ നിർഭയാവസ്ഥയിലാണോ? ആകാശത്തിലുള്ള റബ്ബ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആകാശത്തിലാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ പിഴക്കുമെങ്കിലേ നിങ്ങൾ പിഴച്ചു എന്ന് മനസ്സിലായി. കാരണം നിങ്ങൾ ബുക്കിൽ അതുണ്ടല്ലോ. ഇങ്ങനെ എത്ര ബുക്ക് കാണിക്കേണ്ടെന്നറിയോ? എത്ര തെളിവുകൾ കാണിക്കാണെന്നറിയോ സഹോദരങ്ങളെ? ഇനി നോക്കൂ നിങ്ങള്, ഇതിനപ്പുറത്തേക്ക് മുജാഹിദുകൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അല്ല ഇറങ്ങുമെന്ന് പറഞ്ഞാൽ, അല്ല ഉപരിയിലാണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് കരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് സിട്ടികളോട് സാമ്യപ്പെടുത്താൻ പോകണ്ട, അത് അങ്ങനെ അങ്ങ് വിശ്വസിച്ചു കൊള്ളുക. അതാണ് ആ വിഷയത്തിൽ നമുക്കുള്ള നിലപാട്. ഇനി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കാസിമിക്ക് എന്തോ പറയാണ്ട് നമ്മളെ വഹാബിനോട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് മഗ്‌രിബിന് മുമ്പ് അവസാനിപ്പിക്കാം. വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെയൊക്കെ മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്യം പിൻവലിക്കാൻ. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാണ്. ഉളുപ്പ് എന്ന് പറഞ്ഞ് മനസ്സിലാകാതെ പോകണ്ട. എന്നിട്ട് വേറെ അക്ഷരമായിട്ട് പറഞ്ഞു കൊടുത്തു ഉളുപ്പ്. വഹാബേ നിനക്കതുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാന്റെ വിഷയത്തിൽ ഞങ്ങൾ പിഴച്ചു എന്ന് പറയാൻ നീ കൊണ്ടുവന്നത് അല്ല ഉപരിയിലാണെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നല്ലേ? അപ്പൊ ഈ എഴുതിയ നിങ്ങളുടെ സെൻസിങ് എന്ത് ചെയ്യും? നിങ്ങളെ EK വിഭാഗവും നിങ്ങളുമൊക്കെ ആദർശത്തിൽ ഒന്നാണല്ലോ. കസേല പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ? ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ പറയണമെങ്കിൽ അത് വഹാബിനെ കഴിയുള്ളൂ. അതിനെന്ത് വേണം? വഹാബ് പറയട്ടെ. അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. ഈ കോലത്തിലെ പ്രമാണങ്ങളെ യഥാർത്ഥ വശത്തിൽ നിന്ന് തെറ്റിച്ചു കളയാനും ആളുകളെ ബിദ്അത്തിലേക്കും അതുപോലെ തന്നെ ഖുറാഫാത്തിലേക്കും കൊണ്ടുപോകാൻ ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ. അത് വഹാബ് പറഞ്ഞ ശരിയാണ്. അദ്ദേഹം ആകെ പറഞ്ഞ സത്യം അതാണ്. ഇവിടെ മനസ്സിലായി? ആ സത്യം അയാൾ നമുക്കൊന്ന് പൊക്കണല്ലോ. അതുകൊണ്ട് ആ സത്യം ഇടക്കിടക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ബർക്കത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇവിടെ നടത്തിയ മറ്റു ചില ദുർവ്യാഖ്യാനങ്ങളും തട്ടിപ്പുകളും മഗ്‌രിബ് നമസ്കാര ശേഷം നമുക്ക് കുറച്ചു നേരം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബഹുമാനായ ശിഹാബ് അടക്കരയുടെ സംസാരം കൂടിയുണ്ട്. അതെല്ലാം നമ്മൾ ശ്രവിച്ചതിന് ശേഷമാണ് പിരിഞ്ഞു പോകേണ്ടത്. മഗ്‌രിബ് സ്വല കഴിഞ്ഞ് എല്ലാവരും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಅಸ್ಲಾಂ ವಲೈಕುಮ್ ವರಹಮತುಲ್ಲಾ. ಇನ್ಶಾ ಅಲ್ಲಾ ಮಗರಿಬ್ ನಮಾಜಿನ ನಂತರ ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿಯಲಿರುವುದು ಇನ್ಶಾ ಅಲ್ಲಾ. ಈಗ ತಾವೆಲ್ಲರೂ ಹತ್ತಿರದಲ್ಲೇ ಇರುವಂತಹ ಆಜಿರಾ ಹಸನ್ ಮಸೀದಿಗೆ ತೆರಳಿ ಮಗರಿಬ್ ನಮಾಜ್ ನಿರ್ವಹಿಸಿ